നമ്മളിന്നിവിടെ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ പാഠഭാഗമായ ഫ്രണ്ട്സ്, റോമൻസ്, കൺട്രിമെൻ എന്ന പാഠഭാഗമാണ്. വില്യം ഷേക്സ്പിയറാണ് ഇത് എഴുതിയിരിക്കുന്നത്. കൊലപാതകത്തിന് ശേഷം സീസർ അധികാരക്കൊതിയനായിരുന്ന ഭരണാധികാരിയായിരുന്നു എന്ന് പറഞ്ഞ് കൊലപാതകത്തെ ബ്രൂട്ടസ് ന്യായീകരിക്കുകയാണ്. ഈ സമയത്ത് മാർക്ക് ആന്റണി നടത്തുന്ന പ്രസംഗമാണ് ഈ പാഠഭാഗം. സുഹൃത്തുക്കളെ, റോമാക്കാരെ, ഈ രാജ്യത്ത് ജീവിക്കുന്നവരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാർക്ക് ആന്റണി ഈ പ്രഭാഷണം ആരംഭിക്കുന്നത്. എല്ലാവരും എന്നെ ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനിവിടെ സീസറിനെ ഉയർത്തി സംസാരിക്കാനോ സീസറിൻ്റെ നന്മകൾ മാത്രം പറയുവാനോ ന്യായീകരിക്കുവാനോ എത്തിയിട്ടുള്ളതല്ല, മറിച്ച് അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിൽ പങ്കെടുക്കുവാൻ എത്തിയിട്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ബ്രൂട്ടസ് പറയുന്നത് പോലെ സീസർ അധികാരക്കൊതിയനായിരുന്ന ഒരു ഭരണാധികാരി ആയിരുന്നുവെങ്കിൽ തീർച്ചയായും സീസർ ഈ മരണത്തിന് അർഹനാണ്. കാരണം ബ്രൂട്ടസ് മാന്യനായൊരു മനുഷ്യനാണ്. ബ്രൂട്ടസ് ഒരു മാന്യനായ മനുഷ്യനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയുന്നതിലൂടെ റോമക്കാരുടെ മുന്നിൽ ബ്രൂട്ടസിൻ്റെ യഥാർത്ഥ മുഖം പുറത്തു കൊണ്ടുവരുവാൻ മാർക്ക് ആന്റണി ശ്രമിക്കുന്നു. ശേഷം സീസറിൻ്റെ നല്ല കാലങ്ങളെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. സീസർ യുദ്ധത്തിൽ നിന്ന് പിടിച്ച തടവുകാരുടെ മോചനധനം റോമിൻ്റെ ഖജനാവിൽ നിറച്ചതും രാജാവാകാനുള്ള കിരീടം 3 പ്രാവശ്യം നിരസിച്ചതും അദ്ദേഹം ജനങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. വീണ്ടും ബ്രൂട്ടസ് മാന്യനായ മനുഷ്യനാണ് എന്ന് പറയുന്നതിലൂടെ ബ്രൂട്ടസിൻ്റെ വാക്കുകൾ തെറ്റാണെന്നും ബ്രൂട്ടസ് നീചനായൊരു മനുഷ്യനാണെന്നും ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. ശേഷം സീസറിൻ്റെ ആഗ്രഹം എന്താണെന്ന് സീസറിൻ്റെ വിൽ വായിച്ചു കേൾപ്പിക്കുന്നതിലൂടെ ജനങ്ങൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ സീസർ നൽകിയ സ്നേഹവും സമ്പത്തും ജനങ്ങൾക്ക് മാർക്ക് ആന്റണി കാണിച്ചു കൊടുക്കുന്നു. ഇതോടെ ജനങ്ങൾ കോപാകുലരായി ഗൂഢാലോചന നടത്തിയ ബ്രൂട്ടസിനും സംഘക്കാർക്കുമെതിരെ തിരിയുന്നു. മാർക്ക് ആന്റണിയുടെ പ്രസംഗം ജനങ്ങളുടെ മനോഭാവം പൂർണ്ണമായും മാറ്റുകയും സീസറിൻ്റെ മരണത്തിന് പ്രതികാരം തുടങ്ങാൻ കാരണമാവുകയും ചെയ്യുന്നു.